അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ റമദാൻ മാസത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഒരു ഡോക്ടർ ഒരു ആത്മഹത്യാക്കുറിപ്പും എഴുതി വച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത വിവരം. വളരെ വേദനയോട് കൂടിയിട്ടാണ് കേരളത്തിലുള്ള ആളുകളൊക്കെ ആ വാർത്ത വായിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3600-ൽ പരം ആളുകളുടെ വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തിയ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ. പക്ഷെ അദ്ദേഹത്തിന് നട്ടെല്ലിന് സാരമായിട്ടുള്ള ചില വേദനകൾ വന്നപ്പോൾ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വരും എന്ന് കണ്ടപ്പോൾ ഇനി തുടർന്നങ്ങോട്ടുള്ള ഒരു ജീവിതം ഇതുവരെ ജീവിച്ചതുപോലെ ഒരു അനായാസകരമായിരിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ജീവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വയം ജീവനൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഇത് വളരെ ഖേദം നിറഞ്ഞ ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദേശം നൽകുന്നത് സമൂഹത്തിനൊരു തെറ്റായിട്ടുള്ള സന്ദേശവുമാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് വെറും ഭൗതികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിനപ്പുറമായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ പ്രയാസകരമാണ് എങ്കിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുക ഒരു തരം ദയാവധത്തോടൊക്കെ കൂടി നമ്മൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്കൊക്കെ സമൂഹത്തെ എത്തിക്കുന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ ഒരു വിഷയം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ, അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്, മുമ്പ് അൽ ബിദായ ചാനലിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അവിടെ ഉള്ള ഒരു മീഡിയയാണ് അൽ ബിദായ ചാനൽ. ആ ചാനലിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അബ്ദുല്ലാബ നിഅമ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കാത്ത രൂപത്തിൽ ആ ചെറുപ്പക്കാരൻ അവിടെ രോഗിയായിക്കൊണ്ട്, നിത്യരോഗിയായിക്കൊണ്ട് കിടക്കുകയാണ്. പാരലൈസ്ഡ് ആയിക്കൊണ്ട് കിടന്ന ആ പയ്യൻ, അദ്ദേഹം നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിലൂടെ ഇനി ഒന്നിനും സാധിക്കാത്ത രൂപത്തിൽ, എന്തിനേറെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും പരസഹായം ആവശ്യമുള്ള രൂപത്തിൽ അവിടെ ചെറുപ്പക്കാരൻ മാറിയപ്പോൾ എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, അതൊരു വൈറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന, നമ്മൾ കാണാൻ കഴിയുന്ന ചില സന്ദേശങ്ങളുണ്ട്. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഡോക്ടർ അവരടുക്കൽ പോയിക്കൊണ്ട് തൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താൻ കിടപ്പിലായിട്ടുള്ള ഒരു വിഷയങ്ങൾ, ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അറ്റുപോയിട്ടുള്ള ആ ചെറുപ്പക്കാരന് ഇൻ്റർവ്യൂ ചെയ്യുകയാണ് അവിടെ ആ ചാനൽ. ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിക്കൊണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരന് ആ ഇൻ്റർവ്യൂയിലൂടെ സംസാരിക്കുന്നത് ഏതൊരാളും ഞെട്ടലോട് കൂടിയിട്ടല്ലാതെ അത് കേൾക്കാൻ സാധിക്കുകയില്ല. അതിശയോക്തിയോട് കൂടിയിട്ടല്ലാതെ ആ ചെറുപ്പക്കാരൻ്റെ മനോഭാവത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയില്ല. മാനസികാവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെ ചോദിക്കുന്ന ഒരു വിഷയമാണ്. അതെന്താ? അദ്ദേഹം പറയണത് ചില കടപ്പാടുകളെക്കുറിച്ചാണ്. അതായത് ആ ദിവസങ്ങളിൽ, ആ കിടപ്പിലായിട്ടുള്ള ദിവസങ്ങളിൽ തൻ്റെ വിസർജ്യം പോലും തൻ്റെ ഉമ്മ അവിടെ പരിചരിച്ചുകൊണ്ട് അതെടുത്തൊഴിവാക്കുന്ന ആ ഒരു രംഗത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയാണ്, ആ ഉമ്മാട് സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട്, പക്ഷേ അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവനോടൊരു ചോദ്യമാണ് മീഡിയയുടെ ആളുകൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് തിരിച്ച് ഒരു ആരോഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികമായിക്കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുന്ന ആഗ്രഹം എന്താണ്? ആ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് 3 കാര്യങ്ങളാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ഒന്ന്, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ ഉമ്മയാണ്. ഇന്ന് എൻ്റെ ഉമ്മയാണ് എൻ്റെ മലമൂത്ര വിസർജനമൊക്കെ വൃത്തിയാക്കി തരുന്നത്. ആ ഉമ്മയെ ഈദിൻ്റെ ദിവസം, ഒരു പെരുന്നാളിൻ്റെ ദിവസം ആ ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് ചുംബിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ ഒരു വിഷമം. രണ്ടാമത്തെ ഒരു കാര്യം,
പരിശുദ്ധ ഖുർആൻ അത് തുറന്നു വെച്ചുകൊണ്ട് എൻ്റെ വലത് കൈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ താളുകൾ ഇങ്ങനെ മറച്ച് അതിങ്ങനെ വായിക്കണം, അത് പാരായണം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് അവിടെ അബ്ദുള്ള ബാനി അമ്മ പറയുകയാണ്. അതേപോലെ തന്നെ മറ്റൊരാഗ്രഹം പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ കൈകൾ പൊക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് നമസ്കരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ്. അബ്ദുള്ള നിഅമ ഇപ്പോൾ നിസ്കരിക്കുന്നത് കിടന്നുകൊണ്ടാണ്, പക്ഷേ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് ആ റബ്ബിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം കുനിയുക എന്ന് പറയുന്നത് അത് ഒരു ആവശ്യമായിക്കൊണ്ട്, അതൊരു ആഗ്രഹമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്ന് അബ്ദുള്ള ബാനി അമ്മ അവിടെ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതിലാരാണ് ഉള്ളത് എന്ന് ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ആളുകളോട് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി. അന്നേരം അബ്ദുള്ള ബാനി അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് കൈ പൊക്കാൻ കരുത്തു തന്നവൻ എനിക്ക് ആ കരുത്ത് തന്നിട്ടില്ല. എനിക്ക് അത് തന്ന ഒരു സമയമുണ്ടായിരുന്നു, അന്ന് ഞാനത് പൊക്കിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവിടെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ടേൺ ടു അള്ളാഹ് ബിഫോർ യു ടേൺ ടു അള്ളാഹ് എന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മടക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ് അബ്ദുള്ള ബാനി അമ്മ അവിടെ നൽകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ലഭിച്ചിട്ട്, സമൃദ്ധിയായിട്ടുള്ള വിഭവങ്ങൾ ദുനിയാവിൽ ലഭിച്ചിട്ട്, അതിൻ്റെയൊക്കെ ആനന്ദം കൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുന്ന ആളുകളാണ് പലപ്പോഴും നമുക്കിടയിൽ കാണപ്പെടുന്നത്. അത്തരം ആളുകളാണ് ഇനി എല്ലാം തീർന്നു കഴിഞ്ഞു എല്ലാം അവസാനിച്ചു കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കടന്നു വരിക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ അബ്ദുള്ള ബാനി അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ സാധിക്കുകയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അന്നേരം ആ പ്രതീക്ഷ അവിടെ തെറ്റിപ്പോകുന്നില്ല. നേരെ മറിച്ച് അവിടെ ആ പ്രതീക്ഷയോടുകൂടിയിട്ട് ദൈവത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും അവസ്ഥ എന്താണ്? ഈ ദുനിയാവിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് ഈ ദുനിയാവിൽ നമുക്ക് ജീവിതമുള്ളൂ. ബാക്കി എന്താണ്? ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അറ്റമില്ലാത്ത അനശ്വരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക. പക്ഷേ ഈ ചെറിയ ഹ്രസ്വമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉള്ളിൽ പരമാവധി സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് പരമാവധി ആനന്ദത്തോടു കൂടിയിട്ട് ജീവിക്കുക, അതിനപ്പുറമായിട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്ന ആളുകൾക്കാണ് ഈ രൂപത്തിലുള്ള നിരാശകൾ ബാധിക്കുന്നതും ഈ രൂപത്തിലുള്ള ആത്മഹത്യാ കുറിപ്പുകൾ എഴുതി വെച്ചുകൊണ്ടൊക്കെ വിട പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിക്കുക, ഒരു കഥ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരു സിംഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥയാണ്. ആ കഥ പറയുന്നത് ഇമാം ഗസാലിയാണ്. ഇമാം ഗസാലി വളരെ മനോഹരമായിക്കൊണ്ട് എന്താണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ദുനിയാവ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ആ കഥ? ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ് കാട്ടിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യൻ പെട്ടെന്നൊരു സിംഹം വന്ന് അയാളുടെ മുമ്പിൽ വന്നു നിന്നു. ആ സിംഹം വന്ന് നിന്ന സമയത്ത് അയാൾ വേഗം പേടിച്ച് ഓടിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വളരെ ധൃതിപ്പെട്ടുകൊണ്ടുള്ളൊരു ഓട്ടം ഓടി. ആ ഓട്ടത്തിനിടയിൽ വലിയ ഒരു പൊട്ടക്കിണറ്റിൽ പോയി ചാടി. ആ പൊട്ടക്കിണറ്റിലേക്ക് അയാൾ വീഴുമ്പോൾ അവിടെ ഒരു വള്ളി ഉണ്ടായിരുന്നു ആ കിണറ്റിൻ്റെ അടിയിൽ. ആ വള്ളിയിന്മേൽ അയാൾ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. യാദൃശികമായിക്കൊണ്ട് ആ വള്ളിയിൽ അയാൾക്ക് പിടുത്തം കിട്ടി. അയാൾ കിണറ്റിൽ വീണില്ല. ആ ഇരിക്കുന്ന സമയത്ത് അയാൾ ആ വള്ളിയിൽ തൂങ്ങിക്കൊണ്ട് മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ ആ സിംഹം കിണറ്റിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ഇയാൾ പൊന്തി വരുന്നതും പ്രതീക്ഷിച്ചിട്ട്. അന്നേരമാണ് ഈ മനുഷ്യൻ താഴേക്ക് നോക്കുന്നത്, കിണറ്റിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ കിണറ്റിൽ വലിയ ഒരു സർപ്പം പത്തി വിടർത്തിക്കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ പാമ്പിൻ്റെ ഉപദ്രവമുണ്ടാകും. മുകളിലേക്ക് ആ കയറിന്മേൽ തൂങ്ങി അല്ലെങ്കിൽ വള്ളിന്മേൽ തൂങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറി ചെന്നാൽ ആ സിംഹം അയാളെ പിടികൂടും. എന്താണ് ഇനി ചെയ്യുക എന്ന ആ ഒരു അവസ്ഥയിൽ അയാൾ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ക്രൻ ക്രൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ശബ്ദം. അയാൾ ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നോക്കി, മുകളിലേക്ക്. അപ്പോൾ അയാൾ പിടിച്ചു നിൽക്കുന്ന ആ ഒരു വള്ളി അത് ഒരു വെളുത്ത നിറത്തിലുള്ള
അതുപോലെ തന്നെ കറുത്ത നിറത്തിലുള്ള 2 എലികൾ അതിങ്ങനെ മുറിച്ചിടാൻ അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതിങ്ങനെ മുറിക്കുന്നതിൻ്റെ ശബ്ദമാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഉറപ്പായി ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ ആ വള്ളി പൊട്ടും, നേരെ താഴേക്ക് വീഴും, അതോടെ അയാളുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളത് അയാൾക്ക് ഉറപ്പായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അയാളുടെ കവിളിൻ്റെ മുകളിലേക്ക് ആ ഒരു പൊട്ടക്കിണറ്റിൻ്റെ അടുത്തേക്ക് ചായ്ഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിൽ നിന്ന് ഒരു തേനീച്ചക്കൂടിൽ നിന്ന് ഇറ്റി വീഴുന്ന തേനിൻ്റെ ചെറിയ ഒരു തുള്ളി അയാളുടെ കവിൾമേൽ പതിക്കുന്നത്. അതിങ്ങനെ താഴേക്ക് പതുക്കെ പതുക്കെ വന്ന് അയാളുടെ നാവുമേൽ തട്ടിയപ്പോൾ ആ തേനിൻ്റെ തുള്ളി അയാൾ നാവിന്മേൽ അത് നുവർന്നെടുത്ത് അത് ആസ്വദിച്ചതിന് ശേഷം ആ അവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ പിന്നീട് ശ്രദ്ധിക്കുന്നതെന്താ, അടുത്ത തുള്ളി എപ്പോഴാണ് വീഴുക എന്നുള്ള രൂപത്തിൽ ആ തേനീച്ചക്കൂട്ടിലേക്കാണ് അയാളുടെ നോട്ടം. സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സിംഹം എന്ന് പറയുന്നത് അയാളെ പിടികൂടാൻ വേണ്ടി വരുന്ന മലക്കുൽ മൗത്താണ് എന്ന്, മരണമാണ് അയാളെ പിടികൂടാൻ വരുന്ന സിംഹം എന്നാണ്. അയാൾ പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്കാണ്. ആ ഖബറിൽ പോയി കിടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ, അവിടെ നമ്മൾ മരിച്ചു മണ്ണാകുമ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് പല ഇഴജന്തുക്കളും മറ്റുമൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ അവർ കാർന്നെടുത്ത് തിന്നും. ആ ഒരു സംഭവമാണ് അവിടെ. ആ പാമ്പിൻ്റെ ഒരു ഉപമ അവിടെ ആ പൊട്ടക്കിണറ്റിലുള്ളത് അവിടെ ആ പണ്ഡിതൻ പറയുന്നത്. പിന്നെയോ രാവും പകലുമായിക്കൊണ്ട് നമ്മളുടെ ആയസ് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വെളുത്തതും കറുത്തതുമായിട്ടുള്ള എലികൾ അവിടെ ആ വള്ളി കരണ്ട് തിന്നുന്നത് അവിടെ ഇമാം ഗസാലി ഉപമിക്കുന്നത്. ഈ സമയം അവിടെ ദുനിയാവിൻ്റേതായിട്ടുള്ള എല്ലാ നിലക്കുമുള്ള ആനന്ദമായ അവസ്ഥയാണ് ആ തേനീച്ചക്കൂട്ടിൽ നിന്ന് തൻ്റെ കവിളിലേക്ക് ഇറ്റി വന്ന ആ ഒരു തേനിനെ അവിടെ ഇമാം ഗസാലി ഉപമിക്കുന്നത്. അത് ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ആ തേൻ നുകർന്നുകൊണ്ട് കിട്ടിയ സമയം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചിന്തിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കുള്ളത്. അവർ ദുനിയാവിൽ അടിച്ചുപൊളിച്ചുകൊണ്ട് മരണാനന്തരമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ മരണത്തിന് ശേഷം രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയില്ലാതെ കേവലം മൗഢ്യമായിക്കൊണ്ട് ജീവിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് വിഡ്ഢിത്തരമാണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ് ഇമാം ഗസാലി റഹിമഹുല്ല ഈ വിഷയത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു കഥയിലൂടെ നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹ്വും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണം, ഇഹലോക ജീവിതം എന്നാൽ കളിയും വിനോദവും അലങ്കാരവും പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ആളുകൾക്കുള്ളത്. എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയണത് എന്താ? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത്, ഈ ദുനിയാവെന്ന് പറയുന്നത്, അത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നും അല്ല എന്നാണ് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ നോക്കട്ടെ, നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കഥ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള അബ്ദുള്ള ബാനി അമ്മയുടെ ഇൻ്റർവ്യൂ, അത് ചോദിച്ച ഒരു വിഷയമുണ്ട്. അള്ളാഹുവിനെ ആർക്കാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആളുകളും കൈപൊക്കിയല്ലോ. അവിടെ ആ രൂപത്തിൽ അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടതുപോലെ ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണമെന്നുള്ളതാണ്. അതിനെന്താണ് നമ്മുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്? നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് ഈ ദുനിയാവിലെ പച്ചപ്പ് മാത്രമാണ് എന്നുള്ളത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ആ ദുനിയാവിൻ്റെ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും അവന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്രഷ്ടാവായ നമ്മുടെ റബ്ബിനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. പക്ഷേ ഉണ്ട് എന്നുള്ള ആ ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. ഇതാണ് ഖുർആൻ.
അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ സ്രഷ്ടാവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, അവിടുത്തെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദുനിയാവ് എന്താണ്, ഈ ദുനിയാവിൽ നമ്മൾ എത്ര കാലം കഴിയും, അതുപോലെ തന്നെ ഈ ദുനിയാവ് വിട്ടുകൊണ്ട് നമ്മൾ പോകുന്നത് എവിടേക്കാണ്. മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആ മരണം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. അത് സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തോടുകൂടി നമ്മളിൽ നിന്ന് വേറിട്ട് പോകുന്ന ആ ആത്മാവ് അതെവിടേക്കാണ് പോകുന്നത്, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ആ ഒരു അവസ്ഥ അവിടെ ഭംഗിയാകണമെങ്കിൽ, അത് ശുഭകരമാകണം എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന്. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്തെടുക്കാനാണ്, അവനെ മാത്രം ആരാധിക്കാനാണ് എന്നാണ്. ആ ആരാധനയുടെ മർമ്മപ്രധാനമായിട്ടുള്ള വശമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് എന്നർത്ഥം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ആ ദൈവത്തോട് മാത്രം നമ്മൾ അർപ്പിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. ആ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ച് നിരാശയുണ്ടാകും, നിർഭയത്വമുണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ഭയമായിരിക്കും എല്ലാറ്റിനോടും. അവിടെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നാളത്തെ ജീവിതത്തോട് പ്രത്യാശ കാണിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാ സമയവും നിർഭയത്വമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇപ്പോൾ മരണപ്പെട്ടാലും നാളെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന വിഭവങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന പ്രത്യാശയോട് കൂടിയിട്ടായിരിക്കും അവൻ കഴിഞ്ഞുകൂടുക. അതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുമ്പോൾ അതിനെ സാക്ഷാത്കരിച്ച ആളുകൾ, അതായത് മനുഷ്യനെയും ജിന്നുവർഗത്തിൽപ്പെട്ടവരെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ആരാധനയുടെ പ്രധാനപ്പെട്ട 3 മൗലിക ഘടകങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കണം. 2, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആരാധിക്കണം. 3, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കണം. ആ 3ഉം നമ്മളുടെ ആരാധനയിൽ ഇഴകിച്ചേർന്ന് വരേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് 3ഉം പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല. സ്നേഹമെന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള മാനങ്ങളുണ്ട്. അതിന് നമുക്കെന്നെ അറിയാമല്ലോ. നമ്മൾ നമ്മുടെ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട്, ഉപ്പയെ സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അല്ല നമ്മുടെ ഉപ്പയോട് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ അളവിലും മാനസികമായിട്ടുള്ള അവസ്ഥയിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമ്മുടെ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹം നമ്മൾ ഉപ്പയോട് കാണിക്കുന്നില്ല. ഒന്ന് വാത്സല്യമാണ് എങ്കിൽ മറ്റൊന്ന് ആദരവിൻ്റെ സ്നേഹമാണ് എന്നർത്ഥം. ഒന്ന് പ്രണയത്തിൻ്റെ സ്നേഹമാണ് നമ്മളുടെ ഇണയോട് കാണിക്കുന്നത്. ഇതിനൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളുണ്ട് എങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന ഒരു സ്നേഹമെന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. അതൊരിക്കലും സൃഷ്ടികളോട് കാണിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമല്ല. ആ രൂപത്തിൽ ദൈവത്തിന് മാത്രം അർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സ്നേഹം ദൈവത്തോട് കാണിക്കേണ്ട ഒരു സ്നേഹം മറ്റു സൃഷ്ടികൾക്ക് കാണിക്കാതെ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യന്മാരിലും മറ്റുമൊക്കെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അതൊക്കെ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ആ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്താത്ത ദൈവത്തിൽ മാത്രം നമ്മൾ അർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അദൃശ്യമായ നിലക്ക്, അഭൗതികമായ നിലക്കുള്ള ഒരു പ്രതീക്ഷയാണ്. അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു പ്രതീക്ഷ. അത് ആരാധനയുടെ ഒരു ഇനത്തിൽപ്പെട്ട മൗലികമായ ഘടകങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭയം എന്ന് പറയുന്നത് ആളുകൾ പല രൂപത്തിലുള്ളതും ഭയക്കാറുണ്ട്. പ്രകൃതിപരമായിട്ടുള്ള ഭയമുണ്ട് ഒരു മനുഷ്യനിൽ, തബഈയായിട്ടുള്ള ഭയം എന്ന് പറയും. അതുപോലെ തന്നെ മധുമൂമായിട്ടുള്ള ഒരു ഭയമുണ്ട്.
നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ഭയമാണ്. ഇതൊക്കെ സൃഷ്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഭയങ്ങളാണ്, അതിനെ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ സിരിയായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള ഒരു ഭയം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ മാത്രം, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ മാത്രം ഭയക്കേണ്ടതായിട്ടുള്ള ഒരു ഭയമാണ്. ഈ രൂപത്തിൽ ആ ഭയവും ആ പ്രതീക്ഷയും ആ സ്നേഹവും ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയാണ് നിസ്കാരം, ആ ആരാധനയാണ് റമദാൻ മാസത്തിലെ നോമ്പ്, ആ ആരാധനയാണ് അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള വികാരത്തോടു കൂടിയിട്ട് നമ്മൾ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. എന്തിനു വേണ്ടിയിട്ട്? മരണാനന്തരമുള്ള ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല. തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും നിലക്കുള്ള ഒരു പരീക്ഷണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ആപത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ എല്ലാം പോയി, ഇന്നത്തോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരാശയിലേക്ക് കടന്നു വരേണ്ടവനല്ല മനുഷ്യൻ. നേരെ മറിച്ച് അവനെപ്പോഴും ഉണ്ടാകേണ്ടത് പ്രത്യാശയാണ്. നാളെ മരണാനന്തരമുള്ള ഒരു ജീവിതം, അവിടുത്തെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും അവന് ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു മാസം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഈ രൂപത്തിലുള്ള വിശ്വാസത്തോടും അതിനനുസൃതമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തോടു കൂടിയായിരിക്കണം റമദാൻ മാസത്തെ നമ്മൾ തള്ളി നീക്കേണ്ടത് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വളരെ വിശാലമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട്, ഏറ്റവും നല്ല ഉന്നതമായിട്ടുള്ള ചിന്തയോട് കൂടിയിട്ട് നമുക്കങ്ങനെ ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തിൽ അത് പ്രത്യേകം നമ്മൾ ആ രൂപത്തിൽ പരുവപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ അള്ളാഹ് തൃപ്തിപ്പെടുന്ന ഒരു ഉത്തമ ദാസന്മാരിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.